ഇത് കാസർഗോഡ് തെക്കിൽ എന്ന സ്ഥലത്തുള്ള തെക്കിൽ പാലമാണ്. നാഷണൽ ഹൈവേ 66 ഇതുള്ളത്. ഇതിപ്പോൾ ഒരു സ്ഥലം വരെ പോകുന്ന വഴിയാണ്. എവിടെയാണെന്നല്ലേ ഞാൻ പറയാം. കാസർഗോഡ് കോടോം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ കോടോത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പെരിയ ഒടയഞ്ചാൽ റൂട്ടൊക്കെ പഴയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പാത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ വഴി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നാഷണൽ ഹൈവേ 66 വഴിയാണ് വന്നത്. അവിടുന്ന് പെരിയ എത്തുമ്പോൾ ലെഫ്റ്റ് എടുക്കണം. നാഷണൽ ഹൈവേയിൽ തെക്കിൽ കഴിഞ്ഞ് ചട്ടഞ്ചാലൊക്കെ കഴിഞ്ഞിട്ട് പെരിയ എത്തും. പെരിയ എത്തിക്കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കണം. ആ പച്ച സൈൻ ബോർഡിൽ കാണുന്നത് പോലെ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. എന്നാലാണ് ഒടയഞ്ചാൽ റൂട്ട് കിട്ടുക. പോകുന്ന വഴി കാസർഗോഡൻ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരുവശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് പോയാലോ. മാക്സിമം റിലാക്സ് ചെയ്തിട്ട് കാണാൻ നോക്കാം. ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്നിട്ട് വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. ഉത്സവപ്പിറ്റേന്ന് എന്ന സിനിമ ഞാൻ ഈയിടെ 2ാം വട്ടം കണ്ടു. മുൻപ് കണ്ടിട്ടുള്ളതായിരുന്നു, പക്ഷേ എനിക്ക് മൊത്തത്തിൽ മറന്നിട്ടുണ്ടായിരുന്നു. ജോൺ പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഭരത് ഗോപി സംവിധാനം ചെയ്ത 1989 പുറത്തിറങ്ങിയ സിനിമയാണത്. പണ്ടത്തെ ക്ലാസിക് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ കണ്ടു നോക്കുക. അത് എനിക്ക് ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്നതായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതിൽ ആ കഥാപാത്രമായിട്ട് ജീവിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം മോഹൻലാലിൻ്റെ അഭിനയം എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്കറിയാം. എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഏട്ടൻ തമ്പുരാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോവിലകവും പിന്നീട് ഏട്ടൻ തമ്പുരാൻ്റെ ശ്രദ്ധയില്ലായ്മ കാരണവും തൻ്റെ കാര്യസ്ഥനെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുകയും കാര്യസ്ഥൻ ചെയ്യുന്ന അഴിമതി കാരണവും കടത്തിലൊക്കെ ആയിപ്പോകുന്ന കോവിലകമൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ക്രമേണ കോവിലകം നശിച്ചു പോകുന്നു. ഏട്ടൻ തമ്പുരാനായിട്ട് സുകുമാരനും അനിയൻ തമ്പുരാനായിട്ട് മോഹൻലാലുമാണ് അഭിനയിക്കുന്നത്. പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അച്ഛൻ സുകുമാരൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണിത്. അദ്ദേഹം ഏട്ടൻ തമ്പുരാൻ്റെ റോള് നന്നായി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ക്യാരക്ടർ വളരെ സാധുവും ഭയങ്കര നിഷ്കളങ്കനും കുട്ടികളോടൊക്കെ ഒരുമിച്ച് കളിക്കുന്ന, നമ്മുടെ ചുറ്റുമുള്ളവരോട് അലിവ് തോന്നുന്ന നല്ലൊരു തങ്കം പോലത്തെ സ്വഭാവമുള്ളൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. കോവിലകത്ത് സമയം ചെലവഴിച്ചാൽ ഏട്ടൻ തമ്പുരാൻ ചെയ്യുന്ന തെറ്റുകൾ കാണണം. പിന്നെ കോവിലകത്തെ ഒറ്റപ്പെടൽ, ഇതൊക്കെ കാരണം അനിയൻ തമ്പുരാൻ കൂടുതൽ സമയവും കോവിലകത്ത് ചെലവഴിക്കാറില്ല. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള സമയം നാട്ടിലേക്ക് ഇറങ്ങും. കുട്ടികളുടെ ഒരുമിച്ച് കളിക്കും. നാട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഓടിയെത്തി സഹായിക്കും. അങ്ങനെ ജാതി മതം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും അനിയൻ തമ്പുരാനില്ല. ഈ കുട്ടികളുടെ ഒരുമിച്ച് കളിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ വളർന്നിട്ടില്ലേ എന്നുള്ള ചോദ്യവും എല്ലാവരും അനിയൻ തമ്പുരാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവിലകത്തും നാട്ടിലും തനിക്ക് ഒരു വിലയില്ല, താൻ പറയുന്നതൊന്നും ആൾക്കാർ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അനിയൻ തമ്പുരാൻ്റെ ഉള്ളിലുണ്ട്. അമ്പലക്കമ്മിറ്റിക്കാരുൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കും കോവിലകം ഭരിക്കുന്ന ഏട്ടനും പിന്നെ ചില നാട്ടുകാർക്കും അവരുടെ മുന്നേയുള്ള ഒരു തമ്പുരാനെക്കുറിച്ചുള്ള ധാരണ ഇവിടെ തെറ്റാണ്. അതായത് ഒരു തമ്പുരാൻ എന്നത് കുട്ടികളുടെ ഒരുമിച്ച് കളിക്കാൻ പാടില്ല. കുട്ടികളുടെ ഒരുമിച്ച് കളിച്ചാൽ അത് പക്വതയില്ലായ്മയാണ്. പിന്നെ സഹജീവികളോട് കുറച്ചധികം കരുണ കൂടുതലായിപ്പോയി അനിയൻ തമ്പുരാന്. അതും ഒരു നല്ല കാര്യമായിട്ട് ആൾക്കാർ കാണുന്നില്ല. ജാതി വ്യത്യാസമില്ലാതെ അനിയൻ തമ്പുരാൻ എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ്. അവിടെയും
ഒരു കർക്കശക്കാരനായ വളരെ ഉച്ചത്തിൽ തൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്ന ഒരാളായിരിക്കണം തമ്പുരാൻ എന്നുള്ള ആൾക്കാരുടെ ആ ഒരു മുൻധാരണ തെറ്റുന്നിടത്താണ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഇത്രയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്നത്. അനിയൻ തമ്പുരാൻ പിന്നീട് കല്യാണം കഴിയുന്നു. ഭാര്യയായിട്ട് വരുന്നത് പാർവതിയാണ്. അതോടെ തന്നെ സ്നേഹിക്കാനും താൻ പറയുന്നത് വിശ്വസിക്കാനൊക്കെ ആളുണ്ടെന്നുള്ള ചെറിയൊരു ബോധം അനിയൻ തമ്പുരാന് വന്നു തുടങ്ങുന്നു. കല്യാണത്തിന് മുൻപും ഏട്ടൻ ചെയ്യുന്ന തെറ്റുകളോട് ചോദ്യമുയർത്തിയപ്പോൾ ഇതിലൊന്നും താൻ അനിയൻ തമ്പുരാൻ ഇടപെടേണ്ട എന്ന് തന്നെയാണ് ഏട്ടൻ തമ്പുരാൻ പറയുന്നത്. കല്യാണത്തിന് ശേഷം ഒന്നുകൂടി ചോദ്യമുയർത്തിയപ്പോൾ കുറ്റപ്പെടുത്തുന്നത് താൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയെയാണ്. അതായത് ഭാര്യ പറഞ്ഞിട്ടാണ് താനിപ്പോൾ ചോദ്യം ഉയർത്തുന്നത് എന്നാണ് കോവിലകത്തുള്ളവർ പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇത് കാഞ്ഞിരടുക്ക് എന്ന സ്ഥലമാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കാഞ്ഞിരടുക്കം. ഇവിടെ താഴെ ഇറങ്ങിച്ചെല്ലാനുള്ള ചെറിയ വഴിയൊക്കെ കാണുന്നുണ്ട്. നേരെ താഴെ ഇറങ്ങിച്ചെന്ന കുറച്ച് റബ്ബർ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നിൽ നോക്കൂ, മലനിരകളൊക്കെ ആയിട്ട്. കാസർഗോഡ് എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള മലനിരകൾ കാണാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വീടാണ്. നോക്കൂ, കടലാസ് പൂക്കൾ എത്ര ഭംഗിയാണ് കാണാൻ. നിറയെ പൂക്കളാണ്. ഈ ഓടിച്ചു വന്ന ദൂരം അത്രയും കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാഞ്ഞിരടുക്ക് എന്ന സ്ഥലം കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറച്ച് ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റ്സ് പണ്ടേ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടവരാണ് ഇവിടെ ഉള്ളത്. കാഞ്ഞിരടുക്കം മേ ബി കാസർഗോഡ് എന്നുള്ള സ്ഥലവും പണ്ട് കാഞ്ഞിരക്കോട് എന്നായിരുന്നല്ലോ പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കണം ഈ കാഞ്ഞിരടുക്ക് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരും വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമ കണ്ടിന്യൂ ചെയ്യാമല്ലേ. ഇടയ്ക്ക് എഴുത്തുകാരനായ ബാലൻ മാസ്റ്റർ എന്ന കഥാപാത്രം വരുന്നു. ദേവനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബാലൻ മാസ്റ്ററും അനിയൻ തമ്പുരാനും നല്ല കൂട്ടാവുന്നു. ഇടയ്ക്ക് അനിയൻ തമ്പുരാൻ ബാലൻ മാസ്റ്റർ അടുത്ത് ചെന്ന് പറയുന്നു, താൻ പറയുന്ന കാര്യങ്ങൾ ആരും കണക്കിലെടുക്കുന്നില്ല, ഒരു വിലയും നിലയും തരുന്നില്ല എന്നുള്ളത്. അന്നേരം ബാലൻ മാസ്റ്റർ അനിയൻ തമ്പുരാൻ്റെ അടുത്ത് പറയുന്നു, അനിയൻ തമ്പുരാൻ്റെ കാഴ്ചപ്പാടിന് ഒരു കുഴപ്പമില്ല, താൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞോളൂ, അതിനൊരു തെറ്റുമില്ല എന്നുള്ളത് ബാലൻ മാസ്റ്റർ അനിയൻ തമ്പുരാൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ അദ്ദേഹം അനിയൻ തമ്പുരാന് ധൈര്യം പകർന്നു കൊടുക്കുന്നു. പിന്നീട് ആ കഥാപാത്രത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ക്ലൈമാക്സ് ഒന്നും ഞാൻ പറയുന്നില്ല. നല്ലൊരു സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല അഭിനയമാണ് മോഹൻലാലിൻ്റെ. അപ്പോൾ കാണാത്തവരെന്തായാലും ഒരു തവണ കണ്ടു നോക്കും. അപ്പോൾ സിനിമയുടെ പേര് മറക്കണ്ട, ഉത്സവപ്പിറ്റേന്ന്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്.
അവസാനം എനിക്ക് തോന്നിപ്പോയി, നമ്മളിൽ നന്മ കുറച്ചധികം ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വഭാവം വളരെ നല്ലതാണെങ്കിൽ, നമുക്ക് സഹജീവികളോട് അനുകമ്പ കൂടുതലാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഈ ലോകമെന്ന്. എന്തൊരു കഷ്ടമാണല്ലേ ആ ഒരവസ്ഥ. നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, തുടർച്ചയായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിനൊരു നെഗറ്റീവ് മെസ്സേജാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ആദ്യം നമ്മൾ അതൊക്കെ കുറേ തവണ ഇഗ്നോർ ചെയ്യും. കൂടുതൽ പേർക്കും ഉള്ളൊരു ചിന്താഗതിയാണ്, എന്തിനാണ് വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അത് മെച്യൂരിറ്റി വരുമ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. കോൺഫ്ലിക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യും. പക്ഷേ എത്ര ക്ഷമയുള്ള ഒരാളാണെങ്കിലും ക്ഷമ നശിക്കുന്ന ഒരു നിമിഷം നമുക്ക് വരും. അന്നേരം നമ്മൾ ആ തെറ്റിന് ചോദ്യം ഉയർത്തും. ആ സമയത്ത് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെയോ ഭാര്യയെയോ അമ്മയെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും നാൾ ആ കണ്ട തെറ്റുകളൊക്കെയും കണ്ടിട്ട് ഇഗ്നോർ ചെയ്തിട്ട് അത് സപ്രസ് ചെയ്തിട്ട് അതിൻ്റെ ദേഷ്യമൊക്കെ ഉള്ളിൽ സപ്രസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അയാൾ. പെട്ടെന്ന് ഒരു ദിവസം അത് പുറത്ത് വരികയാണെങ്കിൽ എങ്ങനെയാണ് കൂടെയുള്ള ആൾക്കാരെ തെറ്റ് പറയാൻ പറ്റുക, അല്ലേ? ആ ചോദ്യങ്ങളൊക്കെയും തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുമാണ്. പിന്നെ നമുക്ക് മനുഷ്യന്മാർക്കുള്ള വേറൊരു സ്വഭാവമാണ് ജഡ്ജ് ചെയ്യുക, അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യുക. എന്ത് കണ്ടാലും നമ്മളിപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് അയാൾ എങ്ങനെയാണോ കാണുന്നത്, ആ ഒരു നിമിഷ നേരം നമ്മൾ അയാളിൽ കണ്ട അത് വെച്ചിട്ട് അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അയാൾ വീട്ടിലെങ്ങനെയാണ്, അയാൾ പുറത്തിങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്യുക. അയാൾക്ക് ഇത്ര മാത്രമേ അറിയുള്ളൂ. ആ ഒരു നിമിഷ നേരത്തേക്ക് നമ്മൾ കാണുന്ന ആ മൊമെൻറ്റിൽ കാണുന്ന കാഴ്ച വെച്ചിട്ടാണ് നമ്മൾ അയാളുടെ ജീവിതം മൊത്തം ജഡ്ജ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഫുള്ള് പറങ്കി മാങ്ങ കൃഷിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ചുമന്ന കളറും മഞ്ഞ കളറൊക്കെ ആയിട്ട് കുറേയധികം പറങ്കി മാങ്ങകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, വിളവെടുപ്പൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അങ്ങനെ നമ്മൾ കോടോത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിയാക്കാവുന്നതാണ് കോടോത്ത് ക്ഷേത്രം. കോടോത്ത് ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നല്ല ഗ്രാമീണ സുന്ദരമായ ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ചുറ്റിലും ഉണങ്ങി വരണ്ടിരിക്കുന്നത്. സമ്മർ അല്ലാത്ത സമയത്ത് മഴക്കാലത്തൊക്കെ നല്ല ഗ്രീനറിയാണ് ഇവിടെ കാണാൻ. ഇത് വാവടുക്ക എന്ന സ്ഥലത്തെ വാവടുക്കം ബ്രിഡ്ജാണ്. കോടോത്ത് അമ്പലത്തിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യൂ പോയിൻറ്റും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്താണ് എത്തിയത്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീന് കാണാൻ പറ്റി.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ലൈക്ക് ബട്ടണൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വെറുതെ പ്രസ് ചെയ്തേക്കുക. അത് നമുക്കൊരു എൻകറേജ്മെൻ്റാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ. സീ യു സൂൺ.